എന്തിനാണ് ഈ പറയുന്ന അമേരിക്ക വെനിസിലെ അറ്റാക്ക് ചെയ്തത്? 2 റീസൺസ്. വൺ ഈസ് ഓയിൽ ആൻഡ് വൺ ഈസ് കറൻസി. 2 റീസൺസ് ആണുള്ളത്. ഈ ഓയിൽ ഏറ്റവും കൂടുതൽ ലോകത്തുള്ള ഒരു കൺട്രിയാണ് വെനിസുല എന്ന് പറയുന്നത്. സോ വെനിസുലയുടെ കയ്യിലുള്ള ഓയിൽസ് അവർ അമേരിക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. എക്സോൺ മൊബൈൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് എടുത്തുകൊണ്ടിരുന്നത്. ദെൻ വെനിസുല അത് നിർത്തലാക്കി. വെനിസുല നിർത്തലാക്കിയ സമയത്ത് അമേരിക്ക 2 സാങ്ഷൻസ് കൊണ്ടുവന്നു. വൺ ഈസ് അവരുടെ US ഡോളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഇത് എന്ത് ചെയ്യരുത്, വേൾഡിൽ ട്രേഡ് ചെയ്യരുത്. വേൾഡിലെ എല്ലാ ഓയിൽസുകളും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് US കറൻസിയുടെ ബേസിലാണ്. അതാണ് US കറൻസി വേൾഡിലെ തന്നെ ബെസ്റ്റ് കറൻസി ആയിട്ട് നിന്നിരുന്നത്. സോ കറൻസി യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു, ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തുകൊണ്ട് ഇത് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ക്രിപ്റ്റോ കറൻസിയായി ഒബ്വിയസ്ലി യു ക്യാൻ തിങ്ക് USDT, സ്റ്റേബിൾ കറൻസിയായി USDT വെച്ച് ഇവർ ഇത് എന്ത് ചെയ്തു, ട്രേഡ് ചെയ്യാൻ തുടങ്ങി. സോ ആ സമയത്ത് ഇതും പാടില്ല എന്ന് പറഞ്ഞ് അമേരിക്ക സാങ്ഷൻ ഇറക്കിയ സമയത്ത് ഇവരെന്ത് ചെയ്തു, ഇവരുടെ സ്വന്തം കറൻസി യൂസ് ചെയ്തുകൊണ്ട് ഇവരിത് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. സെയിം ആസ് ഇറാഖും ഇതേപോലെ സംഭവം സംഭവിച്ചിട്ടുണ്ട്. സോ ഇത് കാരണമാണ് ഈ പറയുന്ന ഒരു ഇഷ്യൂ ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ അവരെന്ത് ചെയ്തു, ഇവരുടെ പ്രസിഡൻ്റായ വെനിസുലയുടെ പ്രസിഡൻ്റായിട്ടുള്ള മറാഡോയെ ഇവർ ക്യാപ്ചർ ചെയ്തു. ഇപ്പോൾ കറൻലി പുതിയൊരു പ്രസിഡന്റ് കയറുന്നുണ്ട്. സോ ഇതൊരു വേൾഡ് വാറിലോട്ട് കിടക്കുമോ ഇല്ലയോ? കമൻറ്റ് യുവർ തോട്ട് ഗൈസ്.